സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് അല്പം വ്യത്യാസപ്പെട്ട തരത്തിലുള്ള രണ്ട് ഗൃഹസ്ഥ ഭക്തന്മാരെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഈ വ്യത്യാസപ്പെടാൻ എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇവർ ഗൃഹസ്ഥ ഭക്തന്മാരാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഭഗവാന്റെ അടുത്ത് വരികയും ഭഗവാനുമായിട്ട് നേരിൽ കണ്ടുമുട്ടുകയും ചെയ്തെങ്കിലും പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഭഗവാനെ മനസ്സിലായില്ല. അതാണ് വലിയൊരു ദുര്യോഗമായി തീർന്നത്. അതിൻ്റെ ഒരു കുറ്റബോധം രണ്ടുപേരിലുമുണ്ട്. കാര്യം ഭഗവാൻ ജീവിച്ചിരുന്ന സമയത്ത് ഭഗവാനെ നേരിൽ കാണാനും ഭഗവാനോട് ഇടപഴകാനുമുള്ള അവസരമുണ്ടായിട്ടും തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, തങ്ങളോട് ഈ തമാശ പറയുന്നത്, തങ്ങളുമായിട്ട് ഇടപഴകുന്ന ആൾ അവതാരമാണ്, ഈശ്വര അവതാരമാണ് എന്നുള്ള ബോധ്യം ഇല്ലാതെ പോയി. അതാണ് അവരെ സംബന്ധിച്ച് പിന്നീട് ഒരു വലിയ ദുര്യോഗം, അല്ലെങ്കിൽ അവർക്കൊരു ഇച്ഛാഭംഗം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു റിഗ്രറ്റ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അവസരം ഉണ്ടായത് അവർ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. അതൊന്ന് ബിപിൻ ബിഹാരി സെൻ എന്ന് പറയുന്ന ഒരാളും മന്മഥ് നാഥ് ഘോഷ്, അങ്ങനെ രണ്ടു പേരാണ്. ഈ ബിപിൻ ബിഹാരിയെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പരിചയം വരാൻ സാധ്യതയുള്ള ആളാണ്. കാരണം ബിപിൻ ബിഹാരി സെൻ ആധാർ സെന്നിൻ്റെ മരുമകനാണ്, മരുമകൻ എന്നല്ല, അനന്തരവൻ. ആധാർ സെന്നിൻ്റെ സഹോദരപുത്രനാണ്. അപ്പോൾ ആധാർ സെന്നുമായിട്ട് ഭഗവാൻ എത്രമാത്രമാണ് അടുപ്പം, ആ അടുപ്പം മുഴുവൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അന്ന്. ഭഗവാൻ ആധാർ സെൻ്റെ വീട്ടിൽ കൂടെ വരുമായിരുന്നു. നമുക്ക് ആധാർ സെൻ്റെ ജീവിതകഥ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഭഗവാൻ ആധാർ സെൻ്റെ അടുത്തേക്ക് കൂടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നത് കൽക്കട്ടയിൽ ആധാർ സെൻ്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആധാർ സെൻ്റെ അവിടെ വരുമ്പോൾ എല്ലാം സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ ആധാർ സെൻ്റെ വീട്ടിലെത്തുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയൊക്കെ അവിടെ ആധാർ സെൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഭഗവാനുമായിട്ട് പരിചയപ്പെടുന്നത്. നമ്മളതും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കഥ വായിച്ചപ്പോഴും ആധാർ സെൻ്റെ കഥ വായിച്ചപ്പോഴും ഇവരെ അത്തരം ഒരു സത്സംഗത്തിൽ ഇവരൊക്കെ വരുന്നതിനെക്കുറിച്ച്, അതേപോലെ തന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷ്, അങ്ങനെ കൽക്കട്ട സമൂഹത്തിലെ ഉന്നതരായ സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലയിലെ നായകരെല്ലാം, ഉന്നതരായ അല്ലെങ്കിൽ പേരുകെട്ടവരെല്ലാം വന്ന് ഒത്തുകൂടുന്ന ഒരു വലിയ സത്സംഗമാണ് ആധാർ സെൻ്റെ വീട്ടിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ കാഴ്ചകളെല്ലാം നേരിട്ട് കാണാനുള്ള അവസരം കുട്ടിക്കാലം മുതലുണ്ടായ ആളാണ് ബിപിൻ ബിഹാരി സെൻ. കാരണം ബിപിൻ ബിഹാരി സെന്നിന് 12 വയസ്സുള്ളപ്പോഴാണ് ബിപിൻ ബിഹാരി സെൻ ആദ്യമായിട്ട് ഭഗവാൻ ആധാർ സെൻ്റെ വീട്ടിൽ വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അന്ന് 12 വയസ്സേ ഉള്ളൂ. പക്ഷെ 12 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബിപിൻ ബിഹാരി സെന്നിന് 12 വയസ്സെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ പ്രായമായിട്ട് കാണേണ്ട കാര്യമില്ല. കാര്യം ഏതാണ്ട് തത്തുല്യമായ പ്രായത്തിലൊക്കെ തന്നെയാണ് പൂർണ്ണനുമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കുട്ടികളായിരുന്നപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു 15 വയസ്സിൻ്റെയൊക്കെ ഉള്ള ആ പ്രായത്തിലാണ് എല്ലാവരുമൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഈ 12 വയസ്സെന്ന് പറയുന്നത് ഒരു തീരെ മനസ്സിലാവാത്ത അന്നത്തെ സ്ഥിതിക്ക്, അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അത്ര മനസ്സിലാകാതെ പോകേണ്ട സമയമല്ല. എങ്കിലും ഈ ഒരു സന്ദർഭത്തിലാണ് ബിപിന് ഭഗവാനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിന് കാരണം ഇതാണ്. അദ്ദേഹം ബിപിൻ്റെ അച്ഛനും
ആധാർലാൽ സെൻ്റെ വീട്ടിൽ തന്നെയാണ് രണ്ടുപേരും താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണത് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. മറ്റൊരാൾ മന്മഥനാഥ് ഘോഷാണ്. മന്മഥനാഥ് ഘോഷ് യാദൃച്ഛികമായിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് പെട്ടതല്ല, ഒരു യാത്രക്കിടയിൽ വഴിയിൽ കണ്ടുമുട്ടിയ ഒരാളാണ്. വഴിയാത്രയിടയിൽ കണ്ട ആളാണ് ഭഗവാൻ. അപ്പോൾ ഈ തരത്തിൽ രണ്ടുപേർക്കും ഭഗവാനെ കാണാനും പിന്നീട് തുടർച്ചയായിട്ട് പിന്നെയും കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവർ ഇതൊരു അത്ര ഒരു ഗൗരവപൂർവ്വം അവരെടുത്തില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് അവർക്ക് വേണ്ടത്ര ബോധം ഇല്ലാതെയാണ് അവർ പോയതും. പിന്നീട് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം ആ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നത് ഈശ്വരാവതാരമാണെന്നും അത് എങ്ങനെയാണ് സമൂഹത്തിൽ ഉന്നതരായ ആളുകൾ വരെ അതേക്കുറിച്ച് പ്രകീർത്തിക്കുന്നതൊക്കെ പിന്നീട് കേട്ടപ്പോൾ അപ്പോഴാണ് ഈ ഒരു കുറ്റബോധം ഇവർക്കുണ്ടായത്. ഈ ഈശ്വര, ഞങ്ങൾ ഇദ്ദേഹത്തോടൊപ്പമാണല്ലോ ഇടയ്ക്ക് കളിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്തത്, അദ്ദേഹം ഞങ്ങളോടാണല്ലോ തമാശയൊക്കെ പറഞ്ഞത്, എന്നിട്ടൊന്നും ഞങ്ങൾക്കത് മനസ്സിലായില്ലല്ലോ എന്നുള്ള ദുഃഖം അല്ലെങ്കിൽ ഒരു ഇച്ഛാഭംഗം ഇവർക്ക് ഉണ്ടായത്. ഇതിനെക്കുറിച്ച് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവനെ അറിയുക എന്നുള്ളത് അല്ലെങ്കിൽ ഭഗവാന്റെ വചനാമൃതം ജീവിതത്തിൻ്റെ ആധാരമായി തീരുക എന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഭഗവാന്റെ ഒരു പുസ്തകം അല്ലെങ്കിൽ വചനാമൃതം പെട്ടെന്ന് അതിനെക്കുറിച്ച് കേൾക്കുന്നു, എന്താ ഒന്ന് വായിച്ചേക്കാമെന്ന് പറഞ്ഞ് വായിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു, ഇടയ്ക്ക് ആശ്രമങ്ങളിൽ പോകുമ്പോൾ അവിടെ സത്സംഗങ്ങൾ കാണുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത്ര എളുപ്പമല്ല ഭഗവാന്റെ അടുത്ത് എത്തുക എന്ന് പറഞ്ഞത്. അതേസമയം എത്തിപ്പെട്ടാൽ പിന്നെ ഭഗവാൻ പിടിവിടുകയുമില്ല, ഭഗവാനാണ് പിടിവിടാത്തത്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് എപ്പോഴും ഭഗവാന്റെ അടുത്ത് എത്തുന്നവർക്ക് അനുഭവപ്പെടുക. ഭക്തന്മാർ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തെത്തുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഈ ഭഗവാന്റെ അടുത്ത് ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് എത്തുമ്പോൾ, അന്ന് കൽക്കട്ടയിലാണെങ്കിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മൾ ഈ അറിയുന്ന കുറച്ച് വിരലിൽ എണ്ണാവുന്ന തരത്തിലുള്ള കുറച്ച് പേരാണ് നമ്മൾ പരിചയമുള്ളത്. അതൊരു 10-30 പേര്, അതിൽ 10-30 പേര് അല്ലെങ്കിൽ 50 പേരിൽ താഴെ മാത്രം, അതിൽ 30 പേരോളം മാത്രമേ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നുള്ളൂ. ആകെ എല്ലാം കൂടെ വന്നും പോയി ഇരിക്കുന്നവരെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ഒരു 50 പേർ. അപ്പോൾ ഈ അന്തരംഗ ശിഷ്യന്മാർ നമ്മൾ 50 പേരുടെ പേരിൽ കൂടുതൽ നമുക്ക് എണ്ണാനൊക്കില്ല. പക്ഷെ അവിടെ വന്നവർ അത്രയും പേരല്ലല്ലോ, എത്രയോ ജനങ്ങൾ, എത്രയോ പേർ ആ കാലഘട്ടങ്ങളിൽ ഭഗവാന്റെ അടുത്ത് എത്തപ്പെട്ടിട്ടുണ്ട്. അത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഈ വന്നവർ ഓരോ കഥകൾ കേട്ടിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു പരമഹംസൻ കൽക്കട്ടയിലുണ്ട്, അല്ലെങ്കിൽ കാളിഘട്ടിലോ ഇവിടെ ദക്ഷിണേശ്വരത്തുണ്ട് എന്ന് പറഞ്ഞ് കേട്ട് വരുന്നവരുടെയൊക്കെ എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യം, വരുന്നവരെല്ലാം ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഈശ്വരനെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രാപിക്കാൻ പറ്റും? ഇതാണ് പലരും ചോദ്യം. വചനാമൃതത്തിൻ്റെ 1-ാം വോള്യം മുതൽ പല ഘട്ടങ്ങളിൽ ഇതേ ചോദ്യം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ ഉത്തരം ഭഗവാൻ നൽകുന്നുമുണ്ട്. ആവർത്തിച്ച് വരുന്ന ഭക്തന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈശ്വരനെ എങ്ങനെ പ്രാപിക്കാൻ ഒക്കും? ഇതേ ചോദ്യം. അപ്പോൾ എല്ലാവർക്കും ആദ്യം വേണ്ടത് ഈശ്വരനെ അങ്ങ് പ്രാപിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈശ്വരനെ കിട്ടുമോ എന്നുള്ള ചോദ്യവുമായിട്ടാണ് എല്ലാവരും എത്തുന്നത്. എല്ലാവരുടെയും ആദ്യത്തെ ആ നിലയിലേക്ക് എത്താൻ തൻ്റെ ജീവിതത്തെ എത്രമാത്രമാണ് ഓരോരുത്തരും ഒരുക്കേണ്ടത് എന്നുള്ളതൊന്നും ഓർക്കുന്നില്ല. പകരം ഒറ്റയടിക്ക് ഈശ്വരനെ കാണാൻ പറ്റുമോ? സ്വാമിജി പോലും അങ്ങനെയാണല്ലോ, നരേന്ദ്രൻ പോലും അങ്ങനെയാണല്ലോ, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ എന്നുള്ള. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഈശ്വരനെ കാണണം. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ ഏറ്റവും ആഗ്രഹം നമ്മൾ വിചാരിക്കുന്ന അപ്പം നടക്കണം, അതിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അല്ലാതെ ആ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ജീവിതത്തെ എത്രമാത്രമാണ് നമ്മൾ ഒരുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പകരം നമ്മൾ കഴിക്കുന്ന വഴിപാടനുസരിച്ച് നമുക്ക് ഫലം കിട്ടണം, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം.
അല്ലെങ്കിൽ നമുക്ക് സാക്ഷാത്കരിക്കപ്പെടണം എന്നുള്ള ഇത് അന്നും ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തരുടെയും ചോദ്യം അതായിരുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിന് അവരോട് പറയും, അതിലേക്കുള്ള അതായത് സഞ്ചരിക്കാനുള്ള വഴി എന്നത് ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ഒരേ ഒരു മാർഗത്തിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. അത് ഭക്തിയുടെ മാർഗമാണ്. ഭക്തി മാത്രം ഉണ്ടായാൽ സാധിക്കുമോ? അതാണ് അടുത്ത ചോദ്യം. ഭക്തി മാത്രം ഉണ്ടായാൽ സാധിക്കുമോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭഗവാൻ പറയുന്നു, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് അതായത് ഈശ്വരൻ്റെ അടുത്ത് നമ്മൾ ഏതൊരു ഡയറ്റിയാണോ അല്ലെങ്കിൽ ഏതൊരു മൂർത്തിയാണോ നമ്മൾ ആരാധിക്കുന്നത്, ആ മൂർത്തിയുടെ മുന്നിൽ നമ്മൾ ബലം പ്രയോഗിക്കണം. എനിക്ക് ദർശനം തരില്ലേ എന്ന് ചോദിക്കണം. എന്നിട്ട് ശക്തിയോടെ ചോദിക്കണം. എന്നിട്ട് പറയണം, തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഴുത്തറക്കും. അങ്ങനെ പറയണം. എനിക്ക് ദർശനം തരില്ലേ, തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഴുത്തറക്കും. അങ്ങനെ പറയാൻ സാധിക്കണം. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കൂ. നമ്മൾ ഏതെങ്കിലും ഒരു ആരാധനാമൂർത്തിയുടെ മുമ്പിൽ ചെന്നിട്ട്, ഈശ്വര അങ്ങ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ ഞാൻ സ്വയം എൻ്റെ കഴുത്തറക്കും എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പോകുന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ പറയണം, ഞാൻ എൻ്റെ കഴുത്തറക്കും. ഓ, ഇങ്ങനെയാണോ കാര്യം? അത് ആലോചിച്ചപ്പോൾ വലിയ പ്രയാസം. എന്നാൽ പ്രാപിക്കേണ്ട ഒന്ന് കാണാൻ കഴിയുമോ? അങ്ങനെയാവും അടുത്തത്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞതാണ്, ഓ അത്രയും പ്രശ്നമാണെങ്കിൽ സാക്ഷാത്കാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കാണാൻ എന്താണ് മാർഗം എന്നായിരിക്കും അടുത്ത ചോദ്യം ഭക്തൻ്റെ. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, തീർച്ചയായും കാണാം. ഇത് പൊതുവെ ഭഗവാൻ പറയുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബിപിൻ ബിഹാരിയുടെയോ മന്മഥ്നാഥ് ഘോഷിൻ്റെയോ ജീവിതത്തിലെ കഥയിലൊക്കെ വന്ന ഭാഗമല്ല. ഭഗവാൻ പൊതുവെ എങ്ങനെയാണ് തൻ്റെ അടുത്ത് ആളുകൾ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണമാണിത്. അത് വചനാമൃതത്തിലും മറ്റും അത് വിശദീകരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ എന്നാൽ പ്രാപിക്കണ്ട, എന്നാൽ കാണാനെങ്കിലും കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അത് നരേന്ദ്രനും അതൊക്കെ തന്നെയാണ് ചോദ്യം. ഈ ഘടനയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, തീർച്ചയായും കാണാം. സാകാരത്തിലും കാണാം, നിരാകാരത്തിലും കാണാം. സാകാരം എന്നത് ചിന്മയിയായ പ്രത്യക്ഷ, അതായത് ചിന്മയി രൂപത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള ദർശനമാണ് സാകാരത്തിൽ. അവതാരമാണത്. അതാണ് അവതാരം. എങ്ങനെയാണ് ഈശ്വരനെ നമ്മൾ നേരിട്ട് കാണുമോ എന്ന് ചോദിച്ചാൽ കാണും. സാകാരത്തിൽ കാണുന്നത് അതാണ് അവതാരം. അപ്പോൾ യുഗങ്ങൾ തോറും മനുഷ്യരൂപത്തിൽ ഇങ്ങനെ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവരോട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. ഇപ്പോൾ ഹലധാരിയുടെ ഒരു കാര്യം ഇവിടെ ഉദാഹരിക്കുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ. ഹലധാരി ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞു, ഈശ്വരൻ ഭാവത്തിലും അഭാവത്തിനും അതീതനാണ് എന്ന്. ഇപ്പോൾ ഹലധാരി കുറച്ചുകൂടെ അതിനെ ഒന്ന് ആധ്യാത്മികമായ ഒരു ഔന്നത്യത്തിലേക്ക് ആ ചിന്തയെ കൊണ്ടുപോകുന്ന തരത്തിൽ ശ്രീരാമകൃഷ്ണദേവനോട് പ്രതിവചിച്ചതാണ്. എന്താണത്? ഭാവത്തിനും അഭാവത്തിനും അതീതനാണ് എന്ന് ഹലധാരി ഒരിക്കൽ പറയുകയുണ്ടായി എന്ന് ശ്രീരാമകൃഷ്ണദേവൻ തന്നെയാണ് പറയുന്നത്. ഇത് മാസ്റ്ററോടാണ് ഈ കാര്യങ്ങൾ, മാസ്റ്റർ മഹാശയനോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ഹലധാരി അത് പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചെയ്തത് എന്താണ്? നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി, കാളിയുടെ അടുത്ത് ചെന്നു. അതായത് ഭാവത്തിനും അഭാവത്തിനും അതീതനാണ് എന്ന് ഹലധാരി പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചെയ്തത് നേരെ കാളിമാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അമ്മേ, ഹലധാരി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ദേവി രതിയുടെ അമ്മയുടെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതായത് ശ്രീരാമകൃഷ്ണദേവൻ പറയാണ്, രതിയുടെ അമ്മയുടെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് കാളിമാതാവ് പറഞ്ഞു, നീ ഭാവത്തിൽ തന്നെ ഇരിക്കുക എന്നെന്നോട് പറഞ്ഞു. അത് കാളിമാതാവ് നേരിട്ട് ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞതാണ് എന്ന് ആണ് മാസ്റ്റർ മഹാശയനോട് പറയുന്നത്. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഓരോ ഭാവത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പോൾ വിജയകൃഷ്ണ ഗോസ്വാമി ഒരിക്കൽ ചോദിച്ചു, ഈശ്വര ദർശനം എങ്ങനെയാണ് സാധിക്കുക? വിജയകൃഷ്ണ ഗോസ്വാമിയും ചോദിച്ചു. അപ്പോൾ വിജയനോട് ഭഗവാൻ കുറെ കൂടി വിശദമായിട്ട് പറഞ്ഞു. അതായത് ഭഗവാൻ ഓരോരുത്തർ വരുമ്പോഴും ഭഗവാൻ ആ കേൾക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പ്രാപ്തിക്കനുസരിച്ചാണ് മറുപടി. അതുകൊണ്ടാണ് വചനാമൃതത്തിൽ മാസ്റ്റർ മഹാശയൻ തന്നെ, നമ്മൾ മാസ്റ്റർ മഹാശയൻ്റെ ജീവിതം വായിച്ചപ്പോൾ അതിൽ മാസ്റ്റർ മഹാശയൻ പറഞ്ഞതായിട്ട് കണ്ടു, ഭഗവാൻ ഒരേ ചോദ്യങ്ങൾ തന്നെ പലരോട്
പല സന്ദർഭങ്ങളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് മാസ്റ്റർ മഹാശയനെ കാണാൻ വന്നവർ ചോദിച്ചപ്പോൾ മാസ്റ്റർ മഹാശയൻ അന്ന് പറഞ്ഞതാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരേ ചോദ്യവും ഒരേ ഉത്തരവും ഒരേ സംസാരവും പലയിടത്തും വചനാമൃതത്തിൽ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഓരോന്ന് ആവർത്തിക്കുന്നത് പല സന്ദർഭങ്ങളിലാണ്, പല വ്യക്തികളോടാണ്. ചോദ്യവും ഉത്തരവും ഒന്ന് തന്നെയാണെങ്കിലും ആ സന്ദർഭത്തിന് വ്യത്യാസമുള്ളത് കൊണ്ട് ഞാൻ അതൊന്നും തന്നെ ആ ഒരേ ചോദ്യമല്ലേ ഒരേ ഉത്തരമല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടില്ല. അത് ഞാൻ ഈ വചനാമൃതത്തിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ഹലധാരി അല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റു പലരും പറഞ്ഞ പോലെ, ഭക്തന്മാർ ചോദിച്ച പോലെ അതിൻ്റെ ആവർത്തനം തന്നെയാണ് വിജയകൃഷ്ണ ഗോസ്വാമിയുടെ അടുത്തും വന്നത്. അപ്പോൾ വിജയകൃഷ്ണ ഗോസ്വാമി ഇത് തന്നെയാണ് ആവർത്തിച്ചത്. അപ്പോൾ വിജയകൃഷ്ണ ഗോസ്വാമിയോട് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞത് ചിത്തശുദ്ധി ഉണ്ടാവണം. അതായത് കാമിനി കാഞ്ചനം, ലസ്റ്റ് ആൻഡ് ഗ്രീഡ്. അപ്പോൾ കാമിനി കാഞ്ചനം കൊണ്ട് മലിനമായ മനസ്സിനെ ശുദ്ധീകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മാലിന്യം എങ്ങനെ ശുദ്ധീകരിക്കാം? മനസ്സിലെ മാലിന്യം കണ്ണീരിലൂടെയാണ് കഴുകിക്കളയാൻ പറ്റുക. ഈശ്വരനോട് പശ്ചാത്താപത്തോടെ കരഞ്ഞ് പറഞ്ഞാൽ മാത്രം മതി. പശ്ചാത്താപം ഉണ്ടാവണമെങ്കിൽ, അപ്പോൾ പശ്ചാത്താപം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. ഈശ്വരൻ്റെ അടുത്ത് പശ്ചാത്താപം എങ്ങനെ ഉണ്ടാകും? അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഞാനാണ് കർത്താവ് എന്നുള്ള ആ ഭാവം വെടിയണം. അപ്പോൾ അങ്ങനെ ആ ഭാവം ഇല്ലാതായാൽ മാത്രമേ പശ്ചാത്താപം ഉണ്ടാവൂ. ഞാനല്ല ഇതിനെല്ലാം കാരണക്കാരൻ, അങ്ങ് തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ, ഞാനെന്നുള്ള ആ ഭാവത്തെ ഒഴിവാക്കിയാൽ പശ്ചാത്താപം ഉണ്ടാവും എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. അപ്പോൾ ഈശ്വരനോട് പറയണം, അല്ലയോ പ്രഭു, ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതിലെഴുതിയിരിക്കുന്നത് അതേപോലെ ഞാൻ പറയുകയാണ്. ഈശ്വരനോട് പറയണം, അല്ലയോ പ്രഭു, ജ്ഞാനമാകുന്ന പ്രകാശം അങ്ങയുടെ മുഖത്തോട് അടുപ്പിച്ച് കാണിച്ചാലും എങ്കിലേ ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വരിയാണ് നമ്മൾക്ക് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പലരെയും പോലെ, ആ രണ്ടുപേരുടെ നേരത്തെ വിപിൻ ബിഹാരി സെന്നിൻ്റെയും അല്ലെങ്കിൽ മന്മഥ്നാഥ് ഘോഷിൻ്റെയും കാര്യത്തിൽ, അതായത് ഭഗവാനെ അടുത്തറിഞ്ഞിട്ടും അറിയാൻ പറ്റാതെ പോയി, അടുത്തറിയാനുള്ള അവസരം ഉണ്ടായിട്ടും അടുത്തിടപഴകിയിട്ടും ഭഗവാനെ അറിയാൻ കഴിയാതെ പോയവർ, ഭഗവാനെ അടുത്തറിയാൻ കഴിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളവരായ നമ്മൾക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്കും ചിലപ്പോൾ ഭഗവാനെ അറിയാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരം ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞ്, ശ്രീരാമകൃഷ്ണദേവൻ തന്നെ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വരി. എന്താണ് ഈ വരിയിലുള്ളത്? ജ്ഞാനമാകുന്ന പ്രകാശം ഭഗവാൻ ഈശ്വരൻ്റെ മുഖത്തിനടുത്ത് കാണിക്കണം. ഈശ്വരൻ സ്വയം തൻ്റെ മുഖത്തേക്ക് ടോർച്ചടിക്കണം. അതാണ് ഇരുട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ നമ്മൾ ഇരുട്ടിൽ നിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മളെ കാണണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം നമ്മുടെ കയ്യിലിരിക്കുന്ന ടോർച്ച് നമ്മുടെ മുഖത്താണ് അടിക്കേണ്ടത്. അല്ലാതെ മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖത്തടിച്ചാൽ അയാൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല, അയാൾക്ക് പ്രകാശം മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മൾ ടോർച്ചടിച്ചാൽ മാത്രമേ ഇരുട്ടിൽ നിൽക്കുന്ന ആൾക്ക് നമ്മളെ കാണാൻ പറ്റൂ. അപ്പോൾ ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്, ഭഗവാന്റെ മുഖത്താണ് ടോർച്ചടിക്കുന്നത്. അതെങ്ങനെയുള്ള ടോർച്ച്? ജ്ഞാനമാകുന്ന പ്രകാശം ഭഗവാന്റെ മുഖത്തേക്കാണ് ആ പ്രകാശത്തെ തെളിക്കുന്നത്. അപ്പോഴാണ് ഭക്തന് ഭഗവാനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞത്, നമ്മൾ ഭഗവാന്റെ അടുത്തെത്തിയത് കൊണ്ട് നമുക്ക് ഭഗവാനെ കാണണം എന്ന് നിർബന്ധമില്ല, കാണാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ജ്ഞാനമാകുന്ന പ്രകാശം ഭഗവാന്റെ മുഖത്തേക്ക്, ഭഗവാനിലേക്ക് ആ പ്രകാശത്തെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റൂ. അപ്പോൾ ഭഗവാൻ തന്നെയാണ് നമ്മളെ കാണിക്കേണ്ടത്. ഭഗവാനെ നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും നമ്മുടെ ഒരു ശ്രമം കൊണ്ടും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. ഭഗവാൻ തന്നെ വിചാരിക്കണം. ഇവിടെ ഈ ബിബിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മന്മഥനാഥിൻ്റെ അവർ വന്നപ്പോൾ ഭഗവാൻ ആ ഒരു ജ്ഞാനത്തിൻ്റെ പ്രകാശം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല. അതുകൊണ്ടാണ് അവർക്കത് പിടികിട്ടാതെ പോയത്. പിന്നീട് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടാണ് അവരത് മനസ്സിലാക്കുന്നത്. ഇത് പറയാൻ കാരണം, നമ്മൾ ഈ വചനാമൃതം പഠിക്കുമ്പോഴോ ഭഗവാന്റെ കഥ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ കഥകൾ പഠിക്കുമ്പോഴോ ഗുരുക്കന്മാർ തന്നെ വിചാരിക്കണം നമുക്കത് മനസ്സിലാകാൻ. എങ്കിൽ മാത്രമേ നമുക്കത് ബോധ്യപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടേതായ ഒരു ഇതുകൊണ്ടല്ല നമ്മൾ കാണാതെ പോകുന്നത്. ഭഗവാന്റെ ഇച്ഛ മാത്രമാണ് അതിന്
വഴിയൊരുക്കുന്നത് എന്ന് ഈ ഭഗവാൻ തന്നെയാണ് ഇത് മാസ്റ്റർ മഹാശിവനോട് അതിന് ഉത്തരമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഭഗവാനെ തിരിച്ചറിയാനുള്ള ജ്ഞാനം ഈ ഗൃഹസ്ഥാശ്രമികളായ ഭക്തന്മാർക്ക് ഭഗവാൻ തന്നെ നൽകിയില്ല എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്നാൽ നൽകുക ആ ഒരു അവസരത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവന്നു. പക്ഷെ അതിനുള്ള പ്രാപ്തി അവർ നേടാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലൊരാളാണ് നമ്മളിപ്പോൾ പറയുന്ന ആധാർ സെൻ്റെ സഹോദരൻ്റെ മകനായ ബിപിൻ ബിഹാരി സെൻ. അയാളെ എങ്ങനെയാണ് അയാൾക്കിത് കാണാൻ പറ്റാതെ പോയത് എന്നുള്ളതാണ് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ട ഒരു ഭാഗം. അപ്പോൾ ആധാർലാൽ സെന്നിലൂടെ ശ്രീരാമകൃഷ്ണദേവനെ അറിയാം. ആർക്കറിയാം? ബിപിൻ അറിയാം. ബിപിൻ ബിഹാരി സെന്നിന് ആധാർലാൽ സെന്നിലൂടെ ശ്രീരാമകൃഷ്ണദേവനെ അറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊരു വീട്ടിലായതുകൊണ്ട് അവർക്കറിയാൻ പറ്റും. അപ്പോൾ ഭഗവാന്റെ ആധാർലാൽ സെൻ ജീവിച്ചിരുന്ന കാലത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഇവരുടെ വീട്ടിൽ നിരവധി തവണ സന്ദർശിച്ച കാര്യം നമ്മൾ നേരത്തെ നേരത്തെ അധരൻ്റെ കഥ പറഞ്ഞപ്പോഴും നമ്മളത് പറഞ്ഞതാണ്. കാരണം അധരനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ കാലമേ ജീവിതമുള്ളൂ, ആയുസ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ കുറഞ്ഞ കാലത്ത് പരമാവധി ഭഗവാനിൻ്റെ ആ കൃപാകടാക്ഷം ലഭ്യമാക്കുന്ന തരത്തിലായിരുന്നു ഭഗവാൻ ആധാർ സെന്നുമായിട്ടുള്ള ബന്ധമെന്നൊക്കെ നമ്മൾ അന്ന് വായിച്ചപ്പോൾ മനസ്സിലായതാണ്. മാത്രമല്ല ആധാർലാൽ സെൻ പോലും ആ തരത്തിലാണ് ഭഗവാനുമായിട്ട് ഇടപഴകിയിരുന്നത്. അപ്പോൾ ആധാർലാൽ സെൻ ജീവിച്ചിരുന്ന അപ്പോൾ വചനാമൃതത്തിൽ അത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ ബിപിനെ സംബന്ധിച്ചിടത്തോളം ബിപിൻ ഇത് പിന്നീട് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് ഈ അവതാരത്തിൻ്റെ മഹിമയെക്കുറിച്ച് ബിപിൻ ബിഹാരി സെൻ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആധാർലാൽ സെൻ നേരത്തെ തന്നെ മരിച്ചുപോയി. പിന്നീട് ഭഗവാനും ദേഹത്യാഗം ചെയ്തു, മഹാസമാധി അടഞ്ഞു. ഇതിന് ശേഷം ഈ ആധാർലാൽ സെൻ്റെ വീട്ടിലേക്ക്, അപ്പോൾ ബിപിൻ അവിടെ താമസമുണ്ട്, ബിപിൻ്റെ അച്ഛനുമൊക്കെ അവിടെ താമസമുണ്ട്. ഈ ആധാർലാൽ സെൻ്റെ വീട്ടിലേക്ക്, അതായത് ബിപിൻ താമസിക്കുന്ന വീട്ടിലേക്ക് നിരന്തരം ഭക്തന്മാരിങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ബിപിൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഈ ആളുകൾ ഇപ്പോൾ ആളുകൾ എന്തിനാണ് ഈ വീട്ടിൽ വരുന്നത് എന്നായി ബിപിന് സംശയം. അപ്പോൾ ആളുകൾ അതിന് പറഞ്ഞ മറുപടി കേട്ടപ്പോഴാണ് ബിപിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മഹത്വത്തിലേക്ക് ഒന്ന് ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ആളുകൾ പറഞ്ഞത്, അവിടെ വരുന്ന ഭക്തന്മാർ ബിപിനോട് പറഞ്ഞത്, ഈ വീട്ടിൽ നിരന്തരം ഭഗവാൻ വന്നിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈ വീടിൻ്റെ ഓരോ മുറിയിലും ഭഗവാന്റെ കാലടികൾ പതിഞ്ഞതാണ്. ആ ഭഗവാന്റെ കാലടികൾ പതിഞ്ഞ ആ തറയിലൊന്ന് തൊടാൻ, നമസ്കരിക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബിപിൻ തേങ്ങിക്കരഞ്ഞുപോയി. കാരണം അവിടെ ജീവിക്കുന്ന ഒരാളാണ്. ഒരു നേരം, ഒരു നിമിഷം അവിടെ വന്ന് ഈ കാലടികൾ പതിഞ്ഞ ആ മണ്ണിലോ അല്ലെങ്കിൽ ആ തറയിലോ ഒന്ന് നമസ്കരിക്കാനുള്ള ആഗ്രഹത്തോടെ എവിടുന്നൊക്കെയോ വരുന്ന ഭക്തന്മാരുടെ ആ ഒഴുക്ക് കണ്ടപ്പോൾ ഈ മുറിയിലും ഈ വീട്ടിലും ഇപ്പോഴും താമസിക്കുന്നു എന്ന് മാത്രമല്ല, ഭഗവാൻ ഉള്ള സമയത്ത് ഭഗവാനെ അവിടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി തനിക്ക് ആ മഹത്വം ബോധ്യപ്പെടാതെ പോയി എന്നുള്ളതിൻ്റെ ഒരു കുറ്റബോധമാണ് ബിപിനെ ഭരിക്കുന്നത്. അപ്പോൾ ബിപിൻ തന്നെയാണ് ആ കാര്യങ്ങൾ, ഈ ആളുകൾ ഇങ്ങനെ വരുമ്പോൾ 1938 ബിപിൻ ഇത് വ്യക്തമായി ഇതിനെക്കുറിച്ച് പിന്നീട് എഴുതുന്നുണ്ടായി. 1938. അപ്പോൾ ആലോചിച്ചു, എത്രയോ കഴിഞ്ഞു വന്നിട്ടാണ് ഈ കാലം, എത്ര ഇപ്പുറത്ത് വചനാമൃതത്തിൻ്റെ രചന വരെ കഴിഞ്ഞ് തീർന്നതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഉദ്ബോധനിൽ ഇതിൽ എഴുതുകയായിരുന്നു ബിപിൻ പിന്നീട് ചെയ്തത് ഈ അനുഭവത്തെ വെച്ച്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ് ഭഗവാന്റെ ദേഹത്യാഗവും കഴിഞ്ഞ് ഈ സ്വാമിജിയും എല്ലാം പോയി, ആ വളരെ പിന്നിട്ട, ഏതാണ്ട് വളരെ
ഈ 1938 എന്നൊക്കെ പറയുമ്പോൾ വളരെ അടുത്ത കാലം എത്തിയപ്പോഴാണ്. അന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കുക, 1886 മഹാസമാധി കഴിഞ്ഞ് ഇതേക്കുറിച്ചുള്ളൊരു റിഗ്രറ്റ് ഉണ്ടാകുമ്പോൾ 1938 ആ ഈ കുറ്റബോധത്തോടു കൂടിയുള്ള ആ ഇത്. അപ്പോൾ എത്ര കാലം കഴിയുമ്പോഴാണ് ആ കുറ്റബോധം മനസ്സിൽ നിറയുന്നത് എന്നുള്ളതിൻ്റെ ഒരാഴം നമുക്കിവിടെ മനസ്സിലാവും. നമ്മളും അതാണ്, ഭഗവാനെ അറിയാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ട സമയത്ത് നമുക്കത് ഉണ്ടാകാതെ പോകുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഈ തോന്നൽ വീണ്ടും ഉണ്ടാകുകയാണ്. വീണ്ടും ഈ തോന്നൽ, അയ്യോ അന്ന് എൻ്റെ തൊട്ട് മുന്നിൽ ഭഗവാൻ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഭഗവത് കൃപയുടെ ഒരു വലിയ വലയം എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ ഭഗവാനെ നേരിൽ കാണാൻ എത്രയോ അവസരം ലഭിച്ച തനിക്കന്ന് ആ മഹത്വം ബോധ്യപ്പെട്ടില്ലല്ലോ എന്ന കുറ്റബോധം ബിപിനെ സംബന്ധിച്ചിടത്തോളം ജീവിത അവസാനം വരെ അദ്ദേഹത്തെ ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട് ധാരാളം. അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയ സമയത്തെല്ലാം തൻ്റെ ആ ഒരു നഷ്ടബോധത്തെക്കുറിച്ച് എഴുതിയെന്നാണ് പറയുന്നത്. അത് പിന്നീട് മാഗസിനുകളിലെല്ലാം പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ ആധാർലാൽ സെൻ മരിച്ച് 1 വർഷം കഴിഞ്ഞ് ബിപിൻ ബിഹാരി സെൻ തൻ്റെ മറ്റൊരു മുതിർന്ന കുടുംബാംഗവും, അപ്പോൾ ആധാർലാൽ സെൻ മരിച്ചിട്ട് 83-84 എന്ന് തോന്നുന്നു, 84 ആധാർ സെൻ മരിക്കുന്നത് 84 തോന്നുന്നു. അപ്പോൾ 84 ആധാർ സെൻ മരിച്ചിട്ട് അല്ലേ, 84-85 അല്ലേ, ആ ഒരു ഘട്ടം വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ആധാർലാൽ സെൻ മരിച്ചിട്ട് 84 തന്നെ, 84 മരിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞ്, അപ്പോൾ 85 ഈ ബിപിൻ തൻ്റെ കുടുംബത്തിലെ മറ്റൊരു അംഗവുമായി ചേർന്ന് ഭഗവാന്റെ അടുത്തേക്ക് ദക്ഷിണേശ്വരത്തേക്ക് ചെല്ലുന്നത്. 85 ചെല്ലുകയാണ്. അന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, അന്ന് ഈ 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞ ഒരു വാചകം, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. നോക്കൂ, ഭഗവാൻ പറഞ്ഞതാണ്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ രാഖാല് ഭഗവാനോട് പറയുകയാണ്, ഇത് അധരൻ്റെ സഹോദരൻ്റെ മകനാണ്. നോക്കൂ, ആ ഒരു 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 അവസ്ഥ നോക്കൂ. ഭഗവാന്റെ ആ ആധാർലാൽ സെൻ്റെ വീട്ടിൽ നടന്ന എല്ലാ സത്സംഗങ്ങളിലും ഒരു പങ്കാളിയാണ്. അത് പിന്നീട് വിപിൻ തന്നെ പറയുന്നുണ്ട്. കാരണം അവിടെ ആ വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയൊക്കെ അവിടെ വരുന്ന ഭക്തന്മാർക്ക് വേണ്ടി, വിപിൻ അന്ന് കുട്ടിയായിരുന്നത് കൊണ്ട് എങ്ങനെയൊക്കെയാണ് ആ ഭക്തന്മാർക്ക് വേണ്ടി താൻ ആ വീട്ടിൽ ശ്രമം നടത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ആതിഥേയൻ്റെ പക്ഷത്തു നിന്നുള്ള ഒരു ജോലികൾ ചെയ്തത് എന്ന് ഓർക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പെരുമാറിയ താൻ പിന്നീട് ആധാർലാൽ സെൻ്റെ മരണശേഷം 1 വർഷം കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ ഭഗവാൻ ഇത്രയാണ് പറയുന്നുള്ളൂ, ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. വളരെ വിദൂരമായ ഒരു പരിചയം മാത്രമാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എത്ര വിദൂരത്തിലായിരുന്നിരിക്കണം ബിപിൻ ബിഹാരി സെൻ്റെ അവസ്ഥ, സ്വയം ഒന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ രാഖാല് പരിചയപ്പെടുത്തിയതാണ് ഇങ്ങനെ, ഇത് നമ്മുടെ ആധാർലാൽ സെൻ്റെ സഹോദരൻ്റെ മകനാണ്. അപ്പോൾ ഭഗവാൻ ഇത് കേട്ടപ്പോൾ ഒറ്റ വാക്കേ പറഞ്ഞില്ല, ഓ നന്നായി എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എത്ര അകലെയാണ് ഭഗവാന്റെ അടുത്തിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്രയോ അകലങ്ങളിലാണ്. ഭഗവാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ സംസാരിക്കുന്നത്, ഭഗവാൻ എത്രമാത്രമാണ് കൃപയോടുകൂടി സംസാരിക്കുന്നതിൻ്റെ ആ ഒരു വലിയ ആഴമൊക്കെ നമ്മൾ പലരിലും, പല ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരുടെ മുന്നിലും ഭഗവാന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുപോയതാണ്. അത് വെച്ചിട്ട് വേണം നമ്മൾ ഇവിടെ അത് കാണാൻ. അപ്പോൾ പറയുകയാണ്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇത് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ഭഗവാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, ഓ അത് നന്നായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭഗവാൻ ഈ ബിപിനെ ശ്രദ്ധിച്ചതേയില്ല, കൂടെ വന്ന ആളെയാണ് ശ്രദ്ധിച്ചത്. അതായത് ബിപിൻ്റെ കൂടെ ഒരു ബന്ധു വന്നിരുന്നല്ലോ, ആ ബന്ധുവിനെ മാത്രമാണ് ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ആ നിന്ന നിൽപ്പിൽ, ബിപിനാണ് ഇത് എഴുതിയത് പിന്നീട്, ആ നിന്ന നിൽപ്പിൽ, അതായത് ഓ നന്നായി എന്ന് ഒറ്റ വാക്ക് പറഞ്ഞ് ഭഗവാൻ ഇയാളെ അങ്ങ് ഒഴിവാക്കി. അപ്പോൾ അവിടെ ആ മുറിയിൽ ബിപിൻ നിൽക്കുന്നുണ്ട്. ആ ഒറ്റ നിൽപ്പിൽ ഒരു സിനിമയിലെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ
പഴയ മുഴുവൻ രംഗങ്ങളും ബിബിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്തായിരുന്നു ബിബിൻ്റെ കുടുംബം അധരനോടൊപ്പം താമസിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് മുഴുവനും ആദ്യം മുതൽ ഒരു സിനിമയിലെന്ന പോലെ ബിബിൻ ഇങ്ങനെ കാണുകയാണ് അവിടെ നിന്നുകൊണ്ട്. അത് 1883 മുതൽ 84 വരെ ഒരു വർഷം, 83 മുതൽ 84 വരെ. അപ്പോൾ 84-ലാണ് ആധാർ ലാൽസൻ മരിക്കുന്നത്. അപ്പോൾ 83 മുതൽ 84 വരെ ഒരു വർഷം എല്ലാ ശനിയാഴ്ചകളിലും ഭഗവാൻ ആധാർ ലാൽസൻ്റെ വീട്ടിൽ ചെന്നിരുന്നു എന്നാണ് ബിപിൻ ഓർക്കുന്നത്, എല്ലാ ശനിയാഴ്ചയും. എന്നിട്ട് അന്ന് ബിപിൻ ബിഹാരിക്ക് 12 വയസ്സ്, അന്ന് തനിക്ക് 12 വയസ്സാണെന്നാണ് ബിപിൻ പറഞ്ഞത്. ഭഗവാനുമായി എത്ര വേണമെങ്കിലും അടുക്കാൻ അന്ന് കഴിയുമായിരുന്നു. അതിന് നിരവധി അവസരങ്ങൾ, ഭഗവാന്റെ കൂടെ ആ ഭഗവാന്റെ ലാളന ഏൽക്കാൻ എത്രയോ അവസരം എനിക്കുന്നുണ്ടായി. ഇത് ആ നിന്ന നിപ്പിൽ ആ മുറിയിൽ നിന്ന് ഭഗവാന്റെ ആ പഴയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ബിപിൻ മനസ്സിലൂടെ പോകുന്നതാണിത്. ഭഗവാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ധാരാളം ആളുകൾ ഒത്തുകൂടുമായിരുന്നു, ഭക്തന്മാർ ഒത്തുകൂടും. അവർ കീർത്തനങ്ങളും മറ്റും പാടി ആനന്ദസാഗരത്തിൽ ആറാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വീകരണമുറി നിറഞ്ഞ ശേഷം ഈ ആധാർ ലാൽസൻ്റെ വീട്ടിൽ സ്വീകരണമുറി നിറഞ്ഞ ശേഷം മുറ്റത്ത് ആളുകൾ നിറയും, പിന്നെ മുറ്റത്തേക്ക് നിൽക്കും ആളുകളെല്ലാവരും. അവിടെയും തികയാതെ വരുമ്പോൾ പിന്നെ പുറമേയുള്ള റോഡിൽ ഇങ്ങനെ ആളുകൾ നിൽക്കാൻ തുടങ്ങും. അപ്പോൾ എത്രമാത്രം ആളുകളായിരുന്നു അന്ന് കൂടിയിരുന്നത്. ഇതൊക്കെ ഇപ്പോഴാണ് ഇയാളിങ്ങനെ തിരിഞ്ഞു നിന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്നിട്ടുണ്ട്, ഗിരീഷ് ചന്ദ്ര ഘോഷ് വന്നിട്ടുണ്ട്, അങ്ങനെ പ്രമുഖരെല്ലാം വന്നിട്ടുണ്ട്. ഭഗവാൻ നൃത്തം ചെയ്യുന്നുണ്ട്. ആ സത്സംഗത്തിനിടയിൽ ഭഗവാൻ ഈ ഗാനാലാപനങ്ങൾ നടക്കുമ്പോൾ ഭഗവാൻ നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു ആയിരുന്നല്ലോ അത് എന്ന് ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെയല്ലേ സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു അന്ന് നൃത്തം ചെയ്തതല്ലേ എന്ന് ഇപ്പോൾ ആ നിന്ന നിപ്പിൽ അതെല്ലാം ഓർക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ആളുകളുടെ ചോദ്യങ്ങൾക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഉത്തരം പറഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്. ബിപിൻ ഓർക്കുന്നതാണ്. എപ്പോഴും വളരെ നല്ല തൂമന്ദഹാസത്തോടു കൂടിയാണ് ഭഗവാൻ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് തൻ്റെ ജോലി ഭഗവാന് കുടിക്കാൻ ഐസിട്ട വെള്ളം കൊടുക്കലായിരുന്നു. ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും ഭഗവാൻ അവിടെ വരുമ്പോൾ ഐസ് തയ്യാറാക്കി വെക്കണം. നമുക്കറിയാം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ഐസാണ്. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഐസ്. ഐസ് ഇന്ന് നമുക്ക് ഐസിനൊരു വിലയൊന്നുമില്ല, കാര്യം ഇന്നിപ്പോൾ ഐസ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉള്ള സാധനമല്ല, ഇഷ്ടം പോലെ. അന്ന് ഐസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും നോക്കൂ. ആ കാലഘട്ടത്തിൽ ഐസ് ഒരു വലിയ പ്രഷ്യസായ ഒരു സാധനമാണ്. ഐസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി? ഫ്രിഡ്ജ് വേണം, അല്ലെങ്കിൽ ഐസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം വേണം. ഇന്നത് നമ്മൾ ഐസ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഐസ് എന്നൊക്കെ പറയും. ഇതെന്ന് ഐസ് ഒരിക്കലും കിട്ടാത്തൊരു സാധനമാണ്, ഒരിക്കലും കിട്ടില്ല ഐസ്. അത് പറയാൻ പറ്റുള്ളൂ ഐസ് എന്നൊക്കെ. അപ്പോൾ ഭഗവാൻ ഈ ഐസ് ഇങ്ങനെ വായിലിടുമ്പോൾ ഭഗവാൻ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഐസ് വായിലിടുന്നു, ഐസിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഒരു കൊതി. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഭഗവാൻ ഈ ഐസ് കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ആ കൊതി. അപ്പോൾ ആധാർ ലാൽസൻ അത് തയ്യാറാക്കി വെച്ചിട്ട് അത് ഭഗവാന് കൊടുക്കുന്നത് ഈ ബിപിനാണ്. ഇപ്പം ബിപിൻ ആലോചിക്കണം, ഞാനാണല്ലോ അതൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഞാനായിരിക്കണ്ടേ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നണ്ടേ? എന്നിട്ടും ഭഗവാൻ ഇപ്പോഴെന്താ പറഞ്ഞത്? ഈ കുട്ടിയെ ഇയാളെ ഞാൻ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെയോ അത് കൂടാതെ ഈ മധുരമുള്ള മാമ്പഴം പൂളി വെക്കുന്നതൊക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ ഈ സെർവ് ചെയ്യുന്ന ഭഗവാന്റെ ഈ കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യാനുള്ള ഒരു ചുമതലയാണ് ആധാർ ലാൽസൻ ബിപിനെ ഏൽപ്പിച്ചത്. അപ്പം ഇങ്ങനെ ഇടപഴകിയ ഒരാളുടെ കാര്യമാണ് ഈ പറയുന്നത്. ആ ആളാണ് ചിന്തിക്കുന്നത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് ആധാർ മരിച്ചു, ഒരു വർഷം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എത്ര ദുഃഖാകുലമായിരിക്കും ആ ചോദ്യം കേൾക്കുമ്പോൾ. നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും എത്ര ദുഃഖമായിരിക്കും അത്. അപ്പോൾ ആധാർ ലാൽസൻ അക്കാലത്ത് വളരെ തിരക്കുള്ളയാളാണ്. എന്നിട്ട് അപ്പോൾ മജിസ്ട്രേറ്റാണ്, യൂണിവേഴ്സിറ്റിയിലെ ചാർജ് എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ആധാർ ലാൽസൻ്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് അറിയാമല്ലോ. 1000 രൂപയുടെ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടാൻ സാധ്യത, 1000 രൂപ വരെ പ്രൊമോഷൻ കിട്ടുമായിരിക്കുന്ന ആളാണ്.
ഭഗവാനാണത് വേണ്ടെന്ന് പറഞ്ഞത്. നമ്മളത് നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞാണ്. എന്നിട്ട് ഹസ്ര ഭഗവാനോട് റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ 1000 രൂപയുടെ ജോലി ഇയാൾക്ക് കിട്ടണേ എന്ന്. കാരണം ഹസ്രയ്ക്ക് ഒരു 1000 രൂപ കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ എന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ ആധാർലാൽ സെൻ്റെ ആ അവസ്ഥയെക്കുറിച്ചൊക്കെ ബിപിൻ ഇപ്പോൾ ഒന്ന് ഓർക്കുകയാണ്. അപ്പം എന്നിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ ഈ ആധാർലാൽ സെൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബിപിൻ അന്ന് കുട്ടിയാണല്ലോ. അപ്പോൾ അന്ന് വീട്ടിൽ ഇത് കാണുന്നുണ്ട് ഈ ആധാർലാൽ. അപ്പം അതൊക്കെ ചെയ്തത് എന്താണെന്ന് അന്ന് ബിപിന് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ ആധാർലാൽ സെൻ ജോലി കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി വന്നിട്ട് പെട്ടെന്ന് കുളി കഴിഞ്ഞിട്ട് നിന്ന നിപ്പിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കും. ഇരിക്കുക പോലുമല്ല, ഇരുന്ന് പോലും കഴിക്കുന്നില്ല. നിന്ന നിപ്പിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കും. കഴിച്ചിട്ട് ഉടനെ തന്നെ ധൃതിയിൽ വസ്ത്രം മാറി റെഡിയായി നേരെ ഒറ്റ പോക്കാണ് ദക്ഷിണേശ്വരത്തേക്ക്. അപ്പോൾ അന്ന് ഇദ്ദേഹത്തിന് വാഹനമില്ല, വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടാണ് പോകുന്നത്. ആധാർലാൽ സെൻ വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്നിട്ട് അർദ്ധരാത്രി കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മടങ്ങി വരുന്നത്. ഇത് ആധാർലാൽ സെൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ബിപിൻ ഇത് കാണുകയാണ്. ബിപിൻ ഇപ്പോൾ ഇത് ഓർത്ത് പറയുകയാണ്. അന്ന് ഇതൊക്കെ ഈ ആധാർലാൽ സെൻ ഇതൊക്കെ ചെയ്തപ്പോൾ ബിപിൻ ഇതൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. എന്താണ് ഇതിൻ്റെ പൊരുളെന്നൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ ആധാരൻ്റെ ഇളയ മകളും ഞാനും കൂടെ ഒന്നിച്ചു പോയിട്ടുണ്ട്. ആധാർലാൽ സെൻ്റെ ഇളയ മകളുടെയും കൂട്ടി ബിപിനെയും കൂട്ടും. അപ്പോൾ അങ്ങനെ പോകുന്ന ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ മടങ്ങി വരും. അപ്പോൾ അന്ന് കൂടെ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ ഒരു അവസ്ഥ അന്ന് ബിപിൻ്റെ ഈ ഒരു പിന്നോട്ടുള്ള നോട്ടമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നീട് ഇതിന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം പിന്നെ ഒരിക്കലും നമുക്ക് ഈ അവസരം രണ്ടാമതിന് വരികയേയില്ല. അതാണ് ഈ ഒരു കുറ്റബോധത്തിൽ നിന്ന് ഈ തോന്നലുണ്ടാകുന്നത്. ഒരിക്കൽ ദക്ഷിണേശ്വരത്ത് പോയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ കാളിക്ഷേത്രത്തിലായിരുന്നു. അപ്പോൾ അന്നൊരു സന്ദർഭം ഓർക്കുകയാണ് ബിപിൻ. ദക്ഷിണേശ്വരത്ത് ചെന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ കാളിക്ഷേത്രത്തിൽ അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിഗ്രഹത്തിൻ്റെ മുന്നിൽ തൊഴുത് നിൽക്കുകയാണ്. എന്നിട്ട് കണ്ടത് ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ധോത്തി ഇങ്ങനെ, ധോത്തിയുടെ ഒരറ്റം ഇങ്ങനെ തോളത്തേക്ക് ഇട്ടിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്, തൊഴുത് നിൽക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം നമസ്കരിക്കാൻ തുടങ്ങുകയാണ്. നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തു ചെയ്തു? ഈ തോളത്തേക്കിട്ട ധോത്തിയുടെ ഈ അറ്റം കാളിയുടെ വിഗ്രഹത്തിൻ്റെ കാൽക്കൽ പൊതിഞ്ഞു, ഇങ്ങനെ പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് അതിന് മുകളിലാണ് തൊട്ടത്. അപ്പോൾ ആരോടോ ശ്രീരാമകൃഷ്ണദേവൻ അതിന് അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞത് നമുക്കറിയാം. ശ്രീരാമകൃഷ്ണദേവൻ്റെ ശരീരം എത്ര ലോലമാണ് എന്നുള്ളത് നമുക്കറിയാം. എത്ര അത്ര ലോലമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കൈ കൊണ്ട് കാളിമാതാവിൻ്റെ കാലിൽ തൊടുമ്പോൾ അമ്മയ്ക്ക് നോവും. എൻ്റെ കയ്യിൻ്റെ പരുപരിപ്പെന്നാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ കൈ തന്നെ ലോലമാണ്. ആ ലോലമായ കൈ കൊണ്ട് കാളിമാതാവിൻ്റെ പാദത്തിൽ നേരിട്ട് തൊട്ടാൽ കാളിമാതാവിന് നോവും, വേദനിക്കും. അങ്ങനെ അമ്മയ്ക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം ശ്രീരാമകൃഷ്ണദേവൻ കാളിമാതാവിൻ്റെ കാൽക്കൽ പൊതിഞ്ഞിട്ട് അതിൽ തൊടുന്നത്. അപ്പോൾ ഇവിടെ ബിപിൻ പറയുന്നതിൽ നിന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, ഭഗവാൻ അമ്മയെ എങ്ങനെയാണ് അമ്മയെ കാണുന്നതെന്നുള്ള, എത്രമാത്രമാണ് ഭഗവാന്റെ ആ ഒരു സമർപ്പണമെന്നല്ല അതിന് പറയുക, എങ്ങനെയാണ് ആ കാളിമാതാവിൻ്റെ അടുത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ രീതികൾ എത്ര നമുക്കത് നിർവചിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരിക്കാനൊക്കെ നമ്മൾ അശക്തരാണ്. ഇതാണ് ബിപിനെ പോലുള്ളവരാണ് ഇത് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ആ ബോധ്യം ഉണ്ടാകുന്നത്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവനെ കാണുമ്പോഴൊക്കെ ബിപിൻ തന്നെ പിന്നെ ഓർമ്മകൾ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചുണ്ടുകൾ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അത് നാമം ജപമാണ്, നിർത്താതെയുള്ള നാമം ജപമാണ് എപ്പോഴും. ആ ചുണ്ടുകൾ സദാ നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നതും കണ്ടിട്ടുണ്ട് എന്ന് ബിപിൻ പറയുകയാണ്. 1885 ജനുവരി 8
1885 ജനുവരി 8 അന്നാണ് അധരൻ കുതിരപ്പുറത്തുനിന്ന് വീഴുന്നത്. അപ്പോൾ അന്ന് കുതിരപ്പുറത്തുനിന്ന് വീണ് അധർലാൽ സെന്നിന് പരിക്കേറ്റിട്ട്, കൈക്കൊക്കെ പരിക്കേറ്റ് മാരകമായ മുറിവേറ്റ് ആശുപത്രിയിലായി, കിടക്കയിലായി. പിന്നീട് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഏതാണ്ട് 8 ദിവസമേ പിന്നെ ജീവിച്ചുള്ളൂ. 1885 ജനുവരി 8 വീണു. പിന്നെ 16 അധർലാൽ സെൻ മരിക്കുന്നു. അപ്പോൾ 8 ദിവസമേ ജീവിച്ചുള്ളൂ. അപ്പോൾ ആ 8 ദിവസം ഏതാണ്ട് ഒരാഴ്ച, ആ ഒരാഴ്ചക്കിടയിൽ ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ അധരനെ കാണാനായിട്ട് ആ വീട്ടിൽ വന്നു എന്ന് ബിപിൻ ഓർക്കുകയാണ്. ഇതെല്ലാം ബിപിൻ ആ ഒരു വർഷം കഴിഞ്ഞ് അധർലാൽ സെൻ്റെ മരണത്തിന് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ആ മുറിയിൽ ചെന്നപ്പോൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് മുന്നിലൂടെ കടന്നു പോവുകയാണ് ഈ ദൃശ്യങ്ങളെല്ലാം. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം താൻ ഒരു ദ്രഷ്ടാവ് കൂടിയാണ് ഇതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ദൃക്സാക്ഷിയായി നിന്നിട്ട് അങ്ങനെയുള്ള ഞാനാണ്, അങ്ങനെയുള്ള എന്നോടാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ രാഘാലത്ത് പറയുമ്പോൾ അത് നന്നായി എന്നുള്ള പറഞ്ഞ അത്രയും. അപ്പോൾ ഇത്രയും ഒരു കഥ ഇദ്ദേഹത്തിലുണ്ട്. ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഭഗവത് സാമീപ്യത്തിൻ്റെ കഥ ഇത്രമേൽ പറയാൻ ഈ ബിപിനുണ്ട്. അപ്പോൾ ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ അധരൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ അവസാനത്തെ ആ 7-8 ദിവസത്തിനിടയിൽ ഒരു ദിവസം വന്നപ്പോൾ അധരൻ്റെ ശരീരത്തിൽ തടവിക്കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ വിതുമ്പി കരയുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അധരന് ആ അവസരത്തിൽ സംസാരശേഷി തീർത്തും നഷ്ടപ്പെട്ട ഒരു അവസരമായി. എന്നാൽ കണ്ണുകളിൽ നിന്ന് ഈ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു അധരൻ്റെ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ എന്തോ കുനിഞ്ഞ് അധരൻ്റെ ചെവിയിൽ അടക്കം പറഞ്ഞു. ഇപ്പോൾ വിപിൻ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല, എനിക്ക് കേൾക്കാൻ പാകത്തിനല്ല പറഞ്ഞത്. പക്ഷേ എന്താണോ ശ്രീരാമകൃഷ്ണദേവൻ അപ്പോൾ അധരൻ്റെ ചെവിയിൽ പറഞ്ഞത്, അതോടുകൂടി അധരൻ്റെ മുഖം വികസിക്കുകയും കണ്ണുകൾ പ്രകാശിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം അതായിരുന്നു ഞാൻ കണ്ട ശ്രീരാമകൃഷ്ണദേവനെ അവിടെ വീട്ടിൽ കണ്ട അവസാനത്തെ രംഗം അതാണ്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ അപ്പോൾ വളരെ വേദനയോടെ ശ്രീരാമകൃഷ്ണദേവൻ മടങ്ങിപ്പോകുന്ന രംഗം ഇന്നും എൻ്റെ കണ്ണിൽ മായാതെ നിൽക്കുന്നു എന്ന് ബിപിൻ ഓർത്തെടുക്കുകയാണ്. ഇതെല്ലാം ഓർക്കുന്നത് ആ ഒറ്റ ദക്ഷിണേശ്വരത്ത് പിന്നീട് വന്ന ഒറ്റ സീനിലാണ് ഇതെല്ലാം ഓർക്കുന്നത്. ഒരു സിനിമ പോലെ നമുക്കിത് ഓർക്കാം. ഫ്ലാഷ് ബാക്കാണ് ഇതെല്ലാം. എന്തിനാണ് ആ ഫ്ലാഷ് ബാക്ക് അധരൻ ഈ ബിപിൻ പറയുന്നത്? ഇത്രയുമെല്ലാം സഖ്യമുണ്ട് ബിപിന്. ഭഗവാന്റെ അടുത്ത് ഇത്രയൊക്കെ എത്താൻ പറ്റിയ ഒരാളാണ്. ഇത്രയൊക്കെ എത്താൻ പറ്റിയ ഒരാൾക്ക് പിന്നീട് കുറ്റബോധം വരുന്നു, ഭഗവാനെ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന്. ഭഗവാൻ എന്നെ ആ ജ്ഞാനമാകുന്ന പ്രകാശം ഭഗവാന്റെ മുഖത്തേക്ക് തെളിക്കാത്തത് കൊണ്ട്, ആ ജ്ഞാനമാകുന്ന പ്രകാശത്തിൽ ഭഗവാനെ കാണാനുള്ള അനുവാദം എനിക്ക് തരാനിരുന്നത് കൊണ്ട് എനിക്ക് ഭഗവാനെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിപിൻ കുറ്റബോധത്തോടെ ഓർക്കുന്നതാണ് ഈ ഭാഗത്ത്. ഇത്രയെല്ലാം അടുത്തിടപെടാൻ അവസരം കിട്ടിയിട്ടും എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടതായിരുന്നു, ഞാൻ ആരാകേണ്ടതായിരുന്നു എന്ന് വിപിൻ പറയുന്നുണ്ട്. അപ്പോൾ ഈശ്വരനെ അടുത്ത് കണ്ടാലും നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഭഗവാന്റെ ആ കൃപ ഉണ്ടായാലേ സാധ്യമാകുമെന്ന് എനിക്കന്ന് മനസ്സിലായി. പിന്നീട് എനിക്കത് മനസ്സിലായി എന്ന് വിപിൻ തൻ്റെ ലേഖനത്തിൽ പിന്നീട് എഴുതുകയാണ് ഇത്. അപ്പോൾ ഇത് പിന്നീടുള്ള ബിപിൻ്റെ ഒരു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് ബിപിൻ പറഞ്ഞതാണ് ഇത്. അപ്പോൾ ഈ ഒരു ഗൃഹസ്ഥാശ്രമ ഭക്തൻ എന്ന് പറയാം. ആ ഗൃഹസ്ഥാശ്രമ ഭക്തൻ നമ്മെ ബോധ്യപ്പെടുന്നത് ഈ ഒരു ആസ്പെക്റ്റിൽ വെച്ചിട്ടാണ്. നമ്മളെങ്ങനെയാണ് ഈശ്വരനെ അടുത്തറിയുന്നത്. ഇപ്പോൾ നമുക്ക് ഈശ്വരനെ അടുത്തറിയാൻ കഴിയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനാമൃതം കയ്യിലെടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വചനാമൃതം വായിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് ഭഗവാൻ നിൽക്കുന്നത്. ഈ രംഗങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുന്നത് വചനാമൃതം വായിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രമാണ് ഭഗവാനുമായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു സഖ്യം നമുക്ക് ബോധ്യപ്പെടേണ്ടത് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് വിധത്തിലാണ്, എത്രമാത്രം ആഴത്തിലാണ് എന്നെല്ലാം ബിപിൻ്റെ കഥ വായിക്കുമ്പോൾ ഇനി നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു കഥ ബോധ്യപ്പെടുമ്പോൾ പിന്നെ നമ്മളത് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ, ഇവരിലൂടെയാണ് ഈശ്വരൻ നമ്മെ ഇത് മനസ്സിലാക്കി തരുന്നത് എന്ന്
നമുക്ക് മനസ്സിലാവും. ഇതുപോലെ കുറ്റബോധം പിന്നീടുണ്ടായ മറ്റൊരാളാണ് മന്മഥ ഘോഷ്. മന്മഥ ഘോഷും ഇതുപോലെ തന്നെ സംഭവിച്ച ഒരാളാണ്. ഏതാണ്ട് ബിപിൻ്റെ അതേ സാഹചര്യം ഉണ്ടായ ആളാണ്. മന്മഥ ഘോഷ് ബിപിൻ്റെ ഏതാണ്ട് ഇതേ സാഹചര്യം തന്നെ വന്നതാണ്. ഏറ്റവും രസകരം, മന്മഥ ഘോഷ് ഒരു പാനിഹാട്ടിയിലേക്ക് ടൂറ് പോയപ്പോൾ, വള്ളത്തിൽ നൗകയിൽ ടൂറ് പോയപ്പോൾ, വലിയ കൂട്ടുകാരുമൊക്കെ ഒത്ത് വാർത്തുല്ലസിച്ച് ടൂറ് പോയപ്പോൾ, വളരെ വെളുപ്പിനെ കൽക്കട്ടയിൽ നിന്ന് പുറപ്പെട്ടതാണ് പാനിഹാട്ടിയിലേക്ക് ബോട്ടിൽ. അപ്പോൾ ഈ ബോട്ട് ദക്ഷിണേശ്വരത്തിൻ്റെ ഭാഗത്തു കൂടിയാണ് ഗംഗയിലൂടെ പോകുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തെത്തിയപ്പോഴേക്കും ഈ ബോട്ടിലിരുന്നവർക്കൊക്കെ വിശന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് വല്ലതും കഴിക്കാൻ കിട്ടുമോ, വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്മഥ ഘോഷ് പറയുന്നത്, ഇവിടെ ഒരു പരമഹംസനുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ വരുന്നവർക്കൊക്കെ നിറച്ച് ആഹാരം കൊടുക്കുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, ഒന്ന് പോയി ശ്രമിച്ചു നോക്കിയാലോ എന്ന്. അപ്പോൾ എല്ലാവരും കൂടെ എന്നാൽ നീ പോയി ചോദിച്ചിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് വലിയ ഇതായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഈ മന്മഥ ഘോഷ് എത്തുന്നത്. വളരെ രസകരമാണ് ആ കൂടിക്കാഴ്ച. അപ്പോൾ നമുക്കിന്ന് ഈ സമയം ഇത്ര ആയതുകൊണ്ട് മന്മഥ ഘോഷിൻ്റെ കൂടിക്കാഴ്ച നമുക്ക് അടുത്ത ദിവസം നമുക്ക് പറയാം. ഇന്ന് നമുക്ക് ഭഗവാന്റെ ഈ ഒരു ഭഗവാൻ എങ്ങനെയാണ് ജ്ഞാനം കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ള ബിപിൻ ബിഹാരി സെന്നിൻ്റെ ആ കഥയിലൂടെ നമുക്കത് ബോധ്യപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഭഗവാനെ നമസ്തേ. നമസ്തേ നമസ്തേ നമസ്തേ. അതെ അതെ. അല്ല, വളരെ ഇത് നമ്മൾ അത് വചനാമൃതത്തിൻ്റെ ഓരോ ഏടും വായിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയാണ്. എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് നമ്മളോട് പറയാതിരിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്, അല്ലേ? നമ്മൾ വായിക്കുമ്പോൾ ഭഗവാൻ നമ്മളോടും പറയരുത്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാതിരിക്കത്തക്ക വിധം നമുക്ക് ഭഗവാന്റെ അടുത്തെത്താൻ പറ്റണം ആ വായനയിലൂടെ. പിടിക്കും. പിന്നെ വിടില്ല. അതെ അതെ. വളരെ ശക്തമാണ്, വളരെ ശക്തമാണ്, വളരെ ശക്തമാണ്. നമ്മൾ അത്ര ഭഗവാനെ